എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ വർഷയുണ്ടല്ലോ, മൊസ്കിറ്റോ സ്പ്രേ ഇല്ലേ വീട്ടിലടിക്കുന്ന കൊതുകിനെയൊക്കെ ഓടിക്കാനുള്ളത്, അതെടുത്ത് വർഷ വീട് മൊത്തം അടിക്കുമായിരിക്കും. വർഷ അറിയാലോ, നല്ല പണക്കാരി വീട്ടിലെ കൊച്ചല്ലേ. അപ്പോൾ കൊതുകൊക്കെ വന്നപ്പോഴത്തേക്കും വർഷക്ക് അതൊരു ശല്യമായിട്ട് തോന്നി. ഈ മൊസ്കിറ്റോ സ്പ്രേ എടുത്ത് വീട് മൊത്തം അടിക്കുവാണ്. അപ്പോൾ രവിയേട്ടനാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയല്ലേ, ഇങ്ങനത്തെ മണമൊന്നും പിടിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ മൊസ്കിറ്റോ സ്പ്രേയുടെ മണം അതും കുറേ അടിച്ചു വർഷ. അത് രവിയിൽ അച്ഛനിൽ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കി. രവിചേട്ടന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആവും ഈ മോസ്കിറ്റോ സ്പ്രേയുടെ മണം കാരണം. എന്നിട്ട് വർഷ സ്പ്രേ ഒക്കെ അടിച്ച് പോവും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രേവതി പൂക്കടയിൽ നിന്നും എന്തോ കാര്യത്തിനായിട്ട് വീട്ടിൽ വരുമ്പോഴാണ് അച്ഛൻ ഇരുന്ന് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നത്. രേവതി എളുപ്പം എടുത്ത് അച്ഛനെയും കൊണ്ട് ആശുപത്രിയിൽ പോവും. പോകുന്ന വഴിയിൽ സച്ചിയെയും വിളിച്ചു പറയും. സച്ചി കേട്ട പാതി ജോലിസ്ഥലത്ത് നിന്നും ഓടിയെത്തും ആശുപത്രിയിലോട്ട്. പേടിച്ചു പോകും, കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയല്ലേ, ഇങ്ങനത്തെ മണമൊന്നും പിടിക്കത്തില്ലല്ലോ. അച്ഛനാണെങ്കിൽ ബോധവും ഇല്ല. ഡോക്ടർമാർ പറയും കുഴപ്പമില്ല, കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് നമുക്ക് രക്ഷിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇച്ചിരി കാര്യം കോംപ്ലിക്കേഷനിലോട്ട് പോയാനെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്കും രേവതിക്കും ഭയങ്കര വിഷമവും. പിന്നെ മരുന്നടക്കാൻ ബില്ലടക്കാനൊക്കെ പൈസ വേണമല്ലോ. ഈ താലികെട്ടി പുതിയ സ്വർണ്ണമാലൊക്കെ രേവതിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള സംഭവമാണ് ഇത്. അപ്പോൾ രേവതി അപ്പോൾ തന്നെ ആ മാല എടുത്ത് ചേട്ടാ ഇത് പണയം വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോവുകയാണ്, വിറ്റോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സച്ചി പറയും കെട്ടിയിട്ട് ഒരു ആഴ്ച പോലും ആയിട്ടില്ല, നീ ഇപ്പോൾ തന്നെ എടുത്ത് ഇത് ഊരി വിൽക്കാൻ പോകുവാണോ, എനിക്ക് തരുവാണോ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചീത്ത പറയും. പൈസയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് സച്ചി ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസയൊക്കെ ഒപ്പിച്ച് എങ്ങനെയെങ്കിലും അച്ഛൻ്റെ മരുന്നൊക്കെ ചെയ്ത് വീട്ടിലോട്ട് ഡിസ്ചാർജ് ആക്കി വരും. അപ്പോൾ ഉണ്ട് നമ്മുടെ വർഷ പറയും, ഓ അച്ഛനപ്പോൾ കാര്യമായിട്ടൊന്നും പറ്റിയില്ല, അതുകൊണ്ടല്ലേ എളുപ്പം ഡോക്ടർമാരെ ഡിസ്ചാർജ് ആക്കി വിട്ടതെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവേ. സച്ചി പറയും വർഷയോട്, നിനക്കെന്താ എൻ്റെ അച്ഛനെ കൂടുതലായിട്ട് എന്തെങ്കിലും വരണമായിരുന്നോ, നീ എൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയതാണോ എന്നൊക്കെ പറഞ്ഞ് വർഷയെ ചീത്ത പറയും. അതേസമയം ചന്ദ്ര ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല, കാരണം വർഷയല്ലേ തെറ്റ് ചെയ്തത്. വർഷയൊക്കെ ചന്ദ്രയുടെ കണ്ണിൽ ഉണ്ണിയല്ലേ. അതേസമയം രേവതി ആയിരുന്നെങ്കിൽ ചന്ദ്ര അവിടെ ഇട്ട് രേവതിയെ കൊന്നാനായിരുന്നു. ഏതായാലും ഇതിപ്പോൾ സച്ചി സ്വർണ്ണമാല മേടിച്ചിട്ടുണ്ടല്ലോ രേവതിക്ക് കെട്ടാൻ വേണ്ടി, അത് നല്ല അടിപൊളി മുഹൂർത്തങ്ങളാണ്. ഇനി വീണ്ടും താലികെട്ട്, അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡാണിത്. വർഷ എടുത്ത് സ്പ്രേ അടിക്കുന്നതും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ കുറച്ച് താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.